നമ്മൾ ഒരുപാട് തരത്തിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തെക്കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പ്രത്യയ ശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിസത്തെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനിവേഷ്. വെൽക്കം ടു ദ വീഡിയോ. കമ്മ്യൂണിസം എന്നത് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രത്യയശാസ്ത്രമാണ്. ഈ ഒരു ഐഡിയോളജിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ റിസോഴ്സസിന് മേലും ഒരു പൊതു ഉടമസ്ഥത കൊണ്ടുവന്ന് ഒരു സാമൂഹിക സാമ്പത്തിക ക്രമത്തെ അടിസ്ഥാനമാക്കി ഒരു സമൂഹം സ്ഥാപിക്കുക എന്നതാണ്. അതുമാത്രമല്ല, എല്ലാ തരത്തിലുള്ള സോഷ്യൽ ക്ലാസസും പണം, ഭരണകൂടം ഇവയൊന്നും തന്നെ ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ക്യാപിറ്റലിസത്തിന്റെ ഐഡിയാസും റിസോഴ്സസിന്റെ പ്രൈവറ്റ് ഓണർഷിപ്പും എല്ലാം ഈ ഒരു പ്രത്യയശാസ്ത്രം ഡയറക്ട്ലി ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാൾ മാർക്സും ഫെഡറിക് എൻഗൽസും ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വികസിപ്പിച്ചെടുത്തത്. ഇവർ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്തെന്നാൽ ദ യൂസേജ് ഓഫ് റിസോഴ്സസ് ഓഫ് സൊസൈറ്റി ബൈ സൊസൈറ്റി ആൻഡ് ഫോർ സൊസൈറ്റി എന്നതാണ്. അതായത് സമൂഹത്തിന്റെ വിഭവങ്ങൾ അഥവാ റിസോഴ്സസ് സമൂഹത്തിനു വേണ്ടിയും ഉപയോഗിക്കണമെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. കമ്മ്യൂണിസം എന്നത് ഒരു അംബ്രല്ല ടൈപ്പാണ്. അത് പരസ്പര ബന്ധിതവും തീവ്ര ഇടതുപക്ഷ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നുകൂടിയാണ്. 1848 രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഉട്ടോപ്യൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ച ജർമ്മൻ തത്വചിന്തകനായ കാൾ മാർക്സിന്റെ ആശയങ്ങളുമായിട്ടാണ് ഇത് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്യാപിറ്റലിസവും പ്രൈവറ്റ് ഓണർഷിപ്പും മൂലമുണ്ടായ സമ്പത്ത് വിതരണം ചെയ്യുന്നതിന്റെ അസമത്വമാണ് സമൂഹത്തിൽ ഉയർന്നു വന്ന വിവേചനങ്ങളുടെ മൂല കാരണമെന്ന് കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നു. അധ്വാനത്തിന്റെ ഫലം ഒരു വേർതിരിവും കൂടാതെ എല്ലാവരും ഒരുപോലെ പങ്കിടുന്ന ഒരു വർഗരഹിത സമൂഹത്തെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. സമ്പത്ത് തുല്യമായി വിതരണം ചെയ്യുന്നതിലൂടെ അത്യാഗ്രഹത്താൽ നയിക്കപ്പെടുന്ന ആളുകൾ മറ്റുള്ളവരെക്കാൾ ഉയരാൻ ശ്രമിക്കാത്ത സംഘർഷരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുകയും അങ്ങനെ തൊഴിലാളികളുടെയും പാവപ്പെട്ട വർഗത്തിന്റെയും ചൂഷണം അവസാനിപ്പിക്കുവാനും സാധിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. ഇനി നമുക്ക് കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കാം. കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ആശയം അത് കാൾ മാർക്സിനൊക്കെ മുമ്പേ തന്നെ രൂപപ്പെട്ട ഒന്നാണ്. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഈ ആശയത്തെക്കുറിച്ച് പുരാതന കാലത്ത് ചർച്ച ചെയ്തിരുന്നു. ലാറ്റിൻ വേർഡായ കമ്മ്യൂണിസിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഫ്രഞ്ച് വേർഡായ കമ്മ്യൂണിസ്മയിൽ നിന്നുമാണ് കമ്മ്യൂണിസം എന്ന വാക്ക് രൂപപ്പെട്ടത്. ആധുനിക കാലത്ത് കമ്മ്യൂണിസം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് 1785 വിക്ടർ ഡി ഹ്യൂപ്പയുടെ ഒരു കത്തിലാണ്. അതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അഥവാ കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നു. 1840 കമ്മ്യൂണിസം എന്ന വാക്ക് ആദ്യമായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത് ജോൺ ഗുഡ്വിൻ ബാർബിയാണ്. കാൾ മാർക്സും അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ അഥവാ പ്രകടന പത്രികയുമാണ് അതിനെ ഒരു ജനകീയ സിദ്ധാന്തമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് അതൊരു പ്രയോഗമായി അംഗീകരിക്കപ്പെട്ടു. സ്വേച്ഛാധിപത്യത്തെ പിന്തുണച്ച സോവിയറ്റ് നേതാവായ വ്ളാഡിമിർ ലെനിനും മാർക്സിസ്റ്റ് ചിന്തകൾക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി കമ്മ്യൂണിസം എങ്ങനെയാണ് വ്യാപിച്ചതെന്ന് നമുക്ക് നോക്കാം. 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുമാണ് കമ്മ്യൂണിസം അതിന്റെ ആധുനിക രൂപത്തിൽ വളർന്നത്. വ്യാവസായിക വിപ്ലവത്തിന്റെ പുരോഗതിയോടെ സോഷ്യലിസ്റ്റുകൾ മുതലാളിത്തത്തെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. തൊഴിലാളികൾ അഥവാ ഫാക്ടറി തൊഴിലാളികളുടെ വർഗവും ഭൂഷാസി അഥവാ പണമുള്ള സമ്പന്ന വർഗവും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചു വന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയത്. 1917 ഒക്ടോബർ വിപ്ലവത്തോടെ വ്ളാഡിമിർ ലെനിൻ ബോൾഷെവിക്കുകളെ നയിച്ചു. പിന്നീട് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഒരു തീവ്ര ഇടതുപക്ഷ മാർക്സിസ്റ്റ് വിഭാഗത്തെ അധികാരത്തിലെത്തിക്കുകയും അങ്ങനെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ മാർക്സിന്റെ കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള സിദ്ധാന്തത്തിലും പ്രയോഗത്തിലും ലെനിൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി. 1902 അദ്ദേഹത്തിന്റെ ബുക്കായ വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ബുക്കിൽ കർഷക സമൂഹത്തിന് സ്വന്തം ഗുണം അറിയാമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതിനാൽ തന്നെ പോലെയുള്ള സമൂലവൽക്കരിക്കപ്പെട്ട മധ്യവർഗ വ്യക്തികളുടെ ഒരു വരേണ്യ വർഗമാണ് വിപ്ലവം നയിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ സ്വതസിദ്ധമായ ഉയർച്ചയെ അനുകൂലിച്ച മാർക്സിൽ നിന്നും വ്യത്യസ്തമായി ലെനിൻ ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ നിയന്ത്രണത്തെയാണ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം പ്രത്യയശാസ്ത്രം പിന്നീട് മാർക്സിസം ലെനിനിസം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ചൈന, വിയറ്റ്നാം, ലാവോസ്, ക്യൂബ, ഉത്തര കൊറിയ എന്നിങ്ങനെ 5 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇനി കമ്മ്യൂണിസവും സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം സോഷ്യലിസത്തിൽ നിന്നും കമ്മ്യൂണിസം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിസവും സോഷ്യലിസവും കൂടുതൽ തുല്യമായ സമൂഹം സൃഷ്ടിക്കുവാനും വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുവാനുമാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിന്റെ 2 ഘട്ടങ്ങളിൽ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. തൊഴിലാളി വർഗം ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ഒരു പരിവർത്തന ഘട്ടത്തെയാണ് സോഷ്യലിസം സൂചിപ്പിക്കുന്നത്. എന്നാൽ ജോലിയുടെ ഗുണനിലവാരത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും ശമ്പളം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിമിതമായ അളവിലെങ്കിലും മുതലാളിത്തത്തിന്റെ ചില രൂപങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാർക്സിന്റെ കമ്മ്യൂണിസത്തിൽ വർഗ വ്യത്യാസമോ സർക്കാരോ വ്യക്തിഗത സ്വത്തോ ഒന്നും തന്നെയില്ല.
പകരം സാധനങ്ങളുടെ ഉൽപാദനവും വിതരണവും ഓരോരുത്തരിൽ നിന്നും അവനവന്റെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവനവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം സ്വകാര്യ ഉടമസ്ഥതയെയും വ്യക്തികളുടെ സമ്പത്ത് സൃഷ്ടിയെയും സ്വതന്ത്ര കമ്പോളത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും രണ്ടും തികച്ചും വിരുദ്ധമായ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. സോവിയറ്റ് റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പിന്തുടർന്നത് ഒരു ആക്രമണാത്മകമായ വ്യാവസായിക രീതിയാണ്. അതിനായി സ്റ്റാലിൻ അതിവേഗത്തിൽ വ്യവസായങ്ങൾ സ്ഥാപിച്ചു. ലോകത്തിലെ വൻ ശക്തികളെ എതിർക്കുന്നതിനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പിടിക്കുന്നതിനും വേണ്ടത്ര വളരുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം. മുതലാളിത്ത ശക്തിയായ USA-യിൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു സ്റ്റാലിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. എന്നാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പിന്നീട് ശീതയുദ്ധത്തിന് കാരണമായി തീരുകയാണ് ഉണ്ടായത്. ഈ ഒരു ആണവ യുദ്ധത്തിൽ അപകടകരമായ പല സാഹചര്യങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അത് ചൈനയായിരിക്കും. കാരണം കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം ചൈന എന്ന രാജ്യവുമായി അത്രത്തോളം ആത്മബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസവും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 1949-ലാണ് മാവോ സേതുങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വന്നത്. അത് പിന്നീട് സോവിയറ്റ് യൂണിയനുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. എന്നാൽ സോവിയറ്റ് നേതാവായ നികിത ക്രൂഷ്ചേവ് വെസ്റ്റ് കൺട്രീസുമായി സഹവർത്തിത്വത്തിന് ശ്രമിച്ചപ്പോഴേക്കും രണ്ട് സഖ്യകക്ഷികളും പിളർന്ന് രണ്ടായി തീർന്നു. അക്രമം, രാഷ്ട്രീയ ശുദ്ധീകരണം, ഇല്ലായ്മ, ജനങ്ങളുടെ മേൽ പൂർണ്ണമായുള്ള നിയന്ത്രണം എന്നിവയിൽ സ്റ്റാലിന്റെ ഭരണത്തിന് സമാനം തന്നെയായിരുന്നു മാവോയുടെ ഭരണവും. വ്യാവസായികവൽക്കരണത്തിന്റെ ഉയർച്ചയ്ക്കായി മാവോ 1958 മുതൽ 1962 വരെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന 5-ഇയർ എക്കണോമിക് പ്ലാൻ അവതരിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും കുടുംബാംഗങ്ങൾ അവരുടെ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉരുക്കുമില്ലുകളിൽ ജോലി ചെയ്യുവാൻ നിർബന്ധിതരാവുകയും ചെയ്തു. വയലിൽ പണിയെടുക്കുവാൻ തൊഴിലാളികൾ കുറവായതിനാൽ രാജ്യമൊടുവിൽ ഭക്ഷ്യക്ഷാമം നേരിട്ടു. അങ്ങനെ ഈ ഭക്ഷ്യക്ഷാമം കുറഞ്ഞത് 15 ദശലക്ഷം ആളുകളെങ്കിലും കൊന്നൊടുക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതി തീർത്തും ഒരു പരാജയം തന്നെയായിരുന്നു. 1976-ൽ മാവോയുടെ മരണസമയത്ത് ഏകദേശം 1.6 മില്യൺ ആളുകളുടെ മരണത്തിൽ എതിർ രാഷ്ട്രീയ ചേരികളിലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡെങ് സിയാവോപിങ് നിരവധി വിപണി പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. US-ഉമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കിയത് വിപണി വിപുലീകരിക്കാൻ അവരെ സഹായിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഇപ്പോഴും സമ്പൂർണ്ണ ഭരണം കൈയാളുന്നത്. കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മുതലാളിത്ത നയം തന്നെയാണ് അവർ പിന്തുടർന്നു പോരുന്നതും. സമ്പൂർണ്ണ പാർട്ടി വിശ്വസ്തത അനിവാര്യമാണെന്ന വാദത്തെ മുൻനിർത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടുത്ത വിലക്ക് ഏർപ്പെടുത്തുകയും വിമർശകർ പലപ്പോഴും ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുകയും ചെയ്തു. ഏതൊരു പ്രത്യയശാസ്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ അഥവാ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് കമ്മ്യൂണിസത്തിന്റെ പരിമിതികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, സ്വകാര്യ പൗരന്മാർക്ക് ലാഭമുണ്ടാക്കാൻ ഒരു പ്രോത്സാഹനവും നൽകുന്നില്ല എന്നതാണ്. ആരെങ്കിലും അവരുടെ ഏറ്റവും മികച്ചത് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ഇവരുടെ വാദം. രണ്ടാമതായി നോക്കുകയാണെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഒരു ടോപ്പ് ഡൗൺ സമീപനം നടപ്പാക്കണമെങ്കിൽ അവിടെ വളരെ സൂക്ഷ്മമായ ആസൂത്രണവും ആശയവിനിമയവും ആവശ്യമാണ്. ഇതില്ല എങ്കിൽ ശേഖരിക്കുന്ന ഡേറ്റയിൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും അഴിമതിയിലേക്കും കാര്യക്ഷമത ഇല്ലായ്മയിലേക്കും അത് നമ്മളെ നയിക്കും. ഭരണത്തിൽ ശക്തരായിട്ടുള്ളവർ പലപ്പോഴും തങ്ങളെ സേവിക്കുന്നതിനായി വ്യവസ്ഥിതിയിൽ കൃത്രിമം കാണിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസം അതിതീവ്രമായി കഴിഞ്ഞാൽ അത് സ്വേച്ഛാധിപത്യത്തിന്റെ വികൃതമായ ഒരു മുഖമായി തീരും. അടിച്ചമർത്തൽ ഭരണം നടത്തുന്ന ഉത്തര കൊറിയയൊക്കെ തീവ്ര ഇടതുപക്ഷ കമ്മ്യൂണിസത്തിന് ഉദാഹരണമാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ മുതലാളിത്ത പ്രത്യയശാസ്ത്രം മാർക്സിസ്റ്റ് കമ്മ്യൂണിസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസം അതിന്റെ ശുദ്ധരൂപത്തിൽ ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കമ്മ്യൂണിസത്തെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.